ചില അജണ്ടകൾ പേറി അജണ്ടകൾ തലയിൽ ചുമന്ന് നടക്കുന്ന ചില ആളുകൾ ചില ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടത് കണ്ടു. അതിൽ പറയുന്നത് കൃത്യമായിട്ട് മലയാളിയുടെ പ്രബുദ്ധത എന്ന. മലയാളിയുടെ പ്രബുദ്ധതക്കൊന്നും ഒരു കുറവുമില്ല. എവിടെയും എല്ലായിടത്തും ഈ പറയുന്ന എന്താ പറയേണ്ടത്, മാറ്റി നിർത്തപ്പെടേണ്ട ചില കൂട്ടര് എല്ലായിടത്തുമുണ്ട്. മനസ്സിലായില്ലേ? ചിലര് എന്ന് പറഞ്ഞാൽ ചില കൂട്ടങ്ങൾ തന്നെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. ചിലർ ആ കൂട്ടത്തിൽ ചില ആളുകളെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. ഇവിടെ സംഭവിച്ചത് അത് മാത്രമാണ്. സലീം കുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിത ആ ഒരു സമയത്ത് അവസാന കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് നടന്നത് കൃത്യത്തിൽ ഈ പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ചില മുഖ്യധാര മാധ്യമങ്ങൾ, അതിൽ എസ്പെഷ്യലി എല്ലാം വിറ്റ് കാശാക്കണമെന്ന് ആഗ്രഹിച്ച് മാത്രം ജീവിക്കുന്ന ചില ആളുകൾ, അത് ഓൺലൈൻ മാധ്യമങ്ങളിൽ പെടുന്ന ആളുകളുമുണ്ട്. സോക്കോൾഡ് ഇവരകളൊന്നും മാധ്യമങ്ങളെന്ന് വിളിക്കാൻ പോലും പറ്റൂല. ചില ആളുകൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു, ചില ആളുകൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ചില ആളുകൾ ന്യൂസ് റൂമുകൾ സ്റ്റുഡിയോകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നു, ചില ആളുകൾ വീട്ടിലെ റൂമിലിരുന്ന് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇവറ്റകളെ ഈ രണ്ടിൽ ഏതാണെങ്കിലും ശരി, ഇവറ്റകളെ മാധ്യമങ്ങളെന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം രമേശ് പിഷാരടി പറഞ്ഞതിൽ ചില മൊബൈൽ മാധ്യമങ്ങൾ, ചില സാധാരണക്കാരായ ആളുകൾ അവരും ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പരിശ്രമിച്ചു, അതിനുവേണ്ടി തിക്കും തിരക്കും ഉണ്ടാക്കി. ഒരു കാര്യം ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇങ്ങനെ ഒരു കൂട്ടരെ എന്തും വിറ്റ് കാശാക്കാനുള്ളതാണ് എന്ന ഒരു മനോനിലയത്തിലേക്ക് ഒരു കൂട്ടരെ സൃഷ്ടിച്ചെടുത്തത് കേരളത്തിലെ ചില വേശ്യാ മാധ്യമങ്ങളാണ്. ചില വേശ്യാ മാധ്യമങ്ങളാണ്. ഒരു ധാർമ്മികതയുമില്ലാതെ, ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ, മാധ്യമ പ്രവർത്തനത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കൂട്ടിക്കൊടുപ്പ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വേശ്യാ മാധ്യമങ്ങളാണ് ഇത്തരം ആളുകൾക്ക് പ്രചോദനമായി മാറിയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തും ചെയ്യാം, എന്തും വിളിച്ചു പറയാം, എന്ത് തെമ്മാടിത്തരവും പറയാം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ച് കേരളത്തിലെ ലൈസൻസ് ഉള്ള മാധ്യമ സ്ഥാപനങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തത് അവർ തന്നെയാണ്. പിന്നെ ഈ പറയാനുള്ളത്, സലീം കുമാറിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളോട് 1% പോലും യാതൊരു രീതിയിലും യോജിപ്പില്ല. എല്ലാ അർത്ഥത്തിലും യോജിപ്പാണ്. എന്നാലും ചിലത് പറയാതെ വയ്യ. മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്ന ഓൺലൈൻ മൊബൈൽ മാധ്യമങ്ങൾ, ഇവരെ സൃഷ്ടിച്ചെടുത്തത് ആരാ?